രമേശ്, ഈ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും ഈ ഇടതുമുന്നണി വലതുമുന്നണി വലത് UDF-ൻ്റെ മന്ത്രിസഭ രൂപീകരണം, അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരാകും, അല്ലെങ്കിൽ CPM-ലുണ്ടായിരിക്കുന്ന തിരിച്ചടി, ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും ഈ BJP കുറിച്ച് അധികം ചർച്ചകൾ എപ്പോഴും നടക്കുന്നില്ല. കേരളത്തിലെ BJP കുറിച്ച്. അതെ, കേരളത്തിലെ BJPക്ക് 3 സീറ്റുകളുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ BJPക്ക് വലിയ ശക്തമായ ഒരു മുന്നണി സംവിധാനത്തിലാണ് BJP മത്സരിച്ചത്. AIDMK ഉണ്ടായിരുന്നു, ഒരുപാട് സീറ്റുകൾ നേടും എന്ന് അവർ പ്രതീക്ഷിച്ചു. ഇടയ്ക്ക് AIDMK ബന്ധം എന്തോ പ്രശ്നം സംഭവിച്ചില്ല അവിടെ. ഈ അണ്ണാമല അതിനുശേഷം തിരിച്ചു വന്നു. അണ്ണാമലയെ മാറ്റി നിർത്തിയിട്ടാണ് അവരുമായിട്ട് തിരിച്ചു വന്നു. പക്ഷേ ഒരു സ്ഥലത്ത് മാത്രമാണ് BJPക്ക് ജയിക്കാൻ പറ്റിയത്, തമിഴ്നാട്ടിൽ. AIDMK എന്ന് പറഞ്ഞാൽ ഒരു ശക്തമായ മുന്നണി സംവിധാനത്തിൽ അവരുടെ കൂടെയാണ് മത്സരിച്ചത്. NDA അവിടെ കുറച്ച് ശക്തമായിരുന്നു. കാര്യം AIDMKക്ക് മുഖ്യമന്ത്രിയാകാൻ പോലുള്ള ചർച്ചകളിൽ അവരിപ്പം അപ്പോൾ അവർ ശക്തമാണ്. എന്നിട്ട് പോലും ഒരു സീറ്റ് മാത്രമേ BJPക്ക് നേടാൻ പറ്റുള്ളൂ. കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ NDAയിൽ BJP ആയിരുന്നു പ്രബല കക്ഷി. എന്നിട്ട് അത് അത്ര സ്വാധീനമില്ലാത്ത നമ്മളവിടെ പ്രാദേശിക പാർട്ടികളെല്ലാം ഘടകകക്ഷികളാണ്. എന്തായാലും അവർക്ക് 3 സീറ്റ് കിട്ടി. BJPക്ക് സീറ്റ് വലിയ കാര്യമാണ്. കുറച്ചും കൂടെ കിട്ടുമായിരുന്നു, പക്ഷേ 3 സീറ്റ് കിട്ടി. ഈ 3 സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് കേരളത്തിൽ BJP ആരെങ്കിലും 3 സീറ്റ് പിടിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. നിയമത്ത് കിട്ടും. CPM-ഉം കോൺഗ്രസും വിലയിരുത്തിയിരുന്ന ഒരുപക്ഷെ നിയമത്ത് കിട്ടും. നിയമത്തെ എങ്ങനെയെങ്കിലും തടയാം എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ചാത്തന്നൂർ കിട്ടുന്നത്. ഒരുപക്ഷെ കഴക്കൂട്ടം പോലും ചിലപ്പോൾ കിട്ടിയേക്കാം, ഒരു 50-50 ചാൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചാത്തന്നൂർ കിട്ടി. അങ്ങനെ 3 സീറ്റ് തിരുവനന്തപുരത്തും കൊല്ലത്തും BJPക്ക് സീറ്റാവുകയാണ്. ഈ സീറ്റെന്ന് പറഞ്ഞാൽ CPM-ൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് എല്ലാം പിടിച്ചെടുത്തത്. അത് ഒരു വലിയ പ്രതിസന്ധിയാണ്. അതായത് CPM-ൻ്റെ വോട്ട് വൻതോതിൽ, മാത്രമല്ല UDF സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം ഭയങ്കരമാണ്, വളരെ ഉയർന്ന ഭൂരിപക്ഷമാണ്. പക്ഷേ ഇപ്പുറത്താണെങ്കിലോ CPM-ൽ ജയിച്ചവരുടെ പലരുടെയും ഭൂരിപക്ഷം കുറവാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു കാര്യമാണ്. ഇത് മാത്രമല്ല BJPയുടെ ഒരു മുന്നേറൽ പല മണ്ഡലങ്ങളിൽ, പല സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് BJP. കഴിഞ്ഞ 2ാം സ്ഥാനത്ത് വന്നായിരുന്നു ചാത്തന്നൂർ, ഇത്തവണ ജയിച്ചു. അതുപോലെ എല്ലായിടത്തും കഴക്കൂട്ടത്ത് അങ്ങനെ സംഭവിച്ചു. അങ്ങനെ 2ാം സ്ഥാനത്ത് വരുന്ന സ്ഥലങ്ങളിൽ BJPക്ക് ജയിക്കാനാകുമെന്നൊരു വിശ്വാസം BJPക്കാർക്ക് തന്നെ ഉണ്ടായിരുന്നില്ല. ഇതാണ് ഈ കഴക്കൂട്ടവും ചാത്തന്നൂരും മാറ്റുന്നത്. ഇപ്പം ചാത്തന്നൂരും കഴക്കൂട്ടത്തെയും വിജയം എന്ന് പറഞ്ഞാൽ കഴക്കൂട്ടത്ത് തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച നേതാവാണ് V. മുരളീധരൻ. ചാത്തന്നൂർ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച നേതാവാണ് നമ്മുടെ BB ഗോപകുമാർ. നേമത്ത് സത്യം പറഞ്ഞാൽ BJPയുടെ സംഘടനാ അടിത്തറ അതിശക്തമാണ്. അവിടെ വേണമെങ്കിൽ ഈ ആർക്ക് വേണമെങ്കിലും പോയാൽ ജയിക്കാം. അവിടുത്തെ ഒരു സാമുദായിക സമവാക്യം വെച്ച് അങ്ങനെ ജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണ്. പക്ഷേ കഴക്കൂട്ടത്തും ചാത്തന്നൂരും എന്ന് പറഞ്ഞാൽ ഇവിടെ 2ഇടവും മാത്രമാണ് ഈ നേതാക്കൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. മുരളീധരനും ചാത്തന്നൂർ. ഇപ്പം മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ ആണ് മത്സരിച്ചത് ഇത്തവണ. അദ്ദേഹമാണ് കഴിഞ്ഞവണ മത്സരിച്ചെങ്കിലും കഴിഞ്ഞവണ മത്സരിച്ചതിന് ശേഷം പിന്നെ K. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് വലിയ ശ്രദ്ധ കൊടുത്തിട്ടില്ല. അവസാന ഘട്ടത്തിലാണ് BJP കേന്ദ്ര നേതൃത്വം പറയുന്നത് നിങ്ങൾ അവിടെ പോയി മത്സരിക്കണം, അവിടെ പോകുന്നത്. അപ്പം അങ്ങനെ നിരന്തരമായ ഇടപെടൽ സുരേന്ദ്രൻ ഇത്തവണ അവിടെ നടത്തിയിട്ടില്ല. അതേപോലെ തന്നെ പാലക്കാട് ശോഭാ സുരേന്ദ്രന് പാലക്കാടാണ് സീറ്റെന്ന് ഉറപ്പില്ല. ശോഭാ സുരേന്ദ്രൻ അവസാനമാണ് സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ ഏറ്റവും വലിയ പ്രതിസന്ധികൾ വന്നതാണ്. അവർ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് അവിടെ മാക്സിമം വോട്ട് ഷെയർ വർദ്ധിപ്പിക്കും. അവർ അടുത്ത ഇലക്ഷൻ വേറെ അല്ല, അവർക്ക് സീറ്റ് ഉറപ്പില്ല. പക്ഷേ V. മുരളീധരൻ അറിയാം എനിക്ക് കഴക്കൂട്ടത്ത് മത്സരിക്കാൻ പറ്റും എന്ന കോൺഫിഡൻ്റ് ഉണ്ട്. അവിടെ പോയി നിരന്തര ഇടപെടലുകൾ നടത്തിയിട്ടാണ് അദ്ദേഹം വിജയം പിടിച്ചു വാങ്ങിച്ചത്. ഇതേപോലെ തന്നെയാണ് ഈ ചാത്തന്നൂരിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ആദ്യം മത്സരിച്ചപ്പോൾ 3000-ൽ പരം വോട്ടാണ് കിട്ടിയത്. അതിനെ 2ാം സ്ഥാനം എത്തിച്ചു, പിന്നെ 2ാം സ്ഥാനം, ഇപ്പോൾ 1ാം സ്ഥാനം. അപ്പം ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് ഒരു നേതാവ് വളരെ സജീവമായി ഇടപെട്ടാൽ BJPക്ക് ജയിക്കാൻ പറ്റും. അപ്പോൾ BJPക്ക് അങ്ങനെ 2ാം സ്ഥാനത്ത് സ്ഥിരമായി നിൽക്കുന്ന അല്ലെങ്കിൽ വോട്ടുള്ള ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. ഈ കാട്ടാക്കട PK കൃഷ്ണദാസാണ് നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അത്ര മതിയായില്ല എന്ന് തോന്നുന്നു. ഇപ്പം നെടുമങ്ങാട് BJPക്ക് 40,000-ലധികം വോട്ട് കിട്ടിയിട്ടുണ്ട്. യുവരാജ് ആദ്യമായിട്ടാണ് മത്സരിച്ചത്. അപ്പം തിരുവനന്തപുരത്തെ ഈ 2 മണ്ഡലങ്ങൾ, വട്ടിയൂർക്കാവ് K. മുരളീധരനാണ് ജയിച്ചത്. അതുകൊണ്ട് ഇനി അടുത്തവണ K. മുരളീധരനെ മറികടക്കുക അത്ര എളുപ്പമുള്ള കാര്യം. BJPയുടെ ഈ ഹൈന്ദവ രാഷ്ട്രീയമൊക്കെ വെച്ച് നോക്കുമ്പോൾ വട്ടിയൂർക്കാവുള്ളൊരു മണ്ഡലം വളരെ റിസ്ക് ആയിരിക്കും ഇനി പിടിച്ചെടുക്കുക. മാത്രമല്ല രമേശ്, എനിക്ക് BJPയുടെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ച് വലിയ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു കാര്യം, ഈ ജയിച്ച 3 പേര് 2 പേര് ഈഴവ സമുദായക്കാരാണ്. ഇവർ 2 പേരും മത്സരിച്ച മണ്ഡലങ്ങളും ഈഴവ സമുദായത്തിന് മേൽക്കെയുള്ള മണ്ഡലങ്ങളാണ്. പക്ഷേ അവിടെ അവർക്ക് വിജയം നേടാൻ കഴിഞ്ഞത് ഈ പൊതുവേ എപ്പോഴും CPM-ൻ്റെ ഒരു നട്ടൽ എന്ന് പറയുന്ന ഈഴവ സമുദായം അവിടെ നിന്നൊരു ഷിഫ്റ്റ് BJPയിലേക്ക് മാറുന്നു എന്നുള്ളൊരു സൂചനയല്ലേ? അതെ, തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. തെക്കൻ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും BJP നല്ല പ്രകടനം കാഴ്ചവെച്ച പല മണ്ഡലങ്ങളിലും ഒരു സ്ഥാനാർത്ഥിയെ ഇപ്പോഴേ നിശ്ചയിച്ച് V. മുരളീധരനും BB ഗോപകുമാറും നടത്തിയതുപോലൊരു പ്രവർത്തനം, വ്യക്തിപരമായ പ്രവർത്തനം. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ചെങ്ങന്നൂർ പോലൊരു മണ്ഡലത്തിൽ ഇപ്പം തന്നെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് അദ്ദേഹത്തിന് അവിടെ വർക്ക് ചെയ്യാൻ അനുവദിച്ചാൽ 5 കൊല്ലം കഴിയുമ്പോൾ അത്ഭുതം
സൃഷ്ടിക്കാം. നമ്മൾ കരുനാഗപ്പള്ളിയിൽ കണ്ട CR മഹേഷിനെന്നു. ചെങ്ങന്നൂരിൽ സന്ദീപ് വൈസ്പതി അങ്ങനെ വർക്ക് ചെയ്തതാണ്. പക്ഷേ സന്ദീപ് വൈസ്പതിയെ നിയോഗിച്ചത് ഹരിപ്പാടാണ്. അല്ലെങ്കിൽ ചെങ്ങന്നൂർ നല്ല ഫലം BJP ക്ക് ഇത്തവണ ഉണ്ടാവുമായിരുന്നു അവിടെ. അതേപോലെ തന്നെ തിരുവല്ലയിൽ അനൂപ് ആന്റണി, ഈഴവ സമുദായം മാത്രമല്ല, തിരുവല്ലയിലെ അനൂപ് ആന്റണി നേടിയത് ചരിത്രപരമായ നേട്ടമാണ്. 2ാം സ്ഥാനത്ത് വരിക ചില്ലറക്കാരുമല്ല, സിറ്റിംഗ് MLA മുൻ മന്ത്രിയൊക്കെ മാത്യു ടിയെ 3ാം സ്ഥാനത്താക്കി. ഒരു പക്ഷേ ഇപ്പം ഇത്രയും വോട്ട് പിടിച്ചുകൊണ്ട് അടുത്ത വർഷം അദ്ദേഹം അവിടെ തന്നെ വർക്ക് ചെയ്താൽ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റും. പാലയിൽ ഷോൺ ജോർജ് വലിയ തോതിൽ വോട്ടുണ്ടാക്കി. അതേപോലെ ഒറ്റപ്പാലത്ത് മേജർ രവിയുടെ വോട്ടെന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന തരത്തിലാണ് മേജർ രവി വോട്ട് പിടിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ മേജർ രവി ഈ സ്ഥാനാർത്ഥിയായി വന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് പബ്ലിസിറ്റി നമ്മൾ കണ്ടില്ലേ? പബ്ലിസിറ്റി രഹസ്യമാണ്. ഒരു മേജർ രവി അവിടെ തരംഗം ഉണ്ടാക്കുന്ന ഇത്രയും വോട്ട് പിടിക്കുന്ന ഒരു മാധ്യമങ്ങൾക്കും കണ്ടെത്താനൊന്നും പറ്റിയില്ല. പക്ഷേ വോട്ട് വന്നപ്പം ഞെട്ടിക്കുന്ന വോട്ടാണ്. ശശിനെ പറയുന്നു കോൺഗ്രസ്സുകാരെല്ലാം, പക്ഷേ ശശിക്ക് വോട്ട് കുറഞ്ഞിട്ടുമില്ല, UDF വോട്ട് ഉണ്ട്. അതുപോലെയാണ് രമേശ്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തൽ കുറച്ച് BJPയിലേക്ക് നമ്മൾ വരുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാഞ്ഞിരപ്പള്ളി മണ്ഡലം ഒരു കേന്ദ്രമന്ത്രി മത്സരിച്ചാണ്. അതിന് ഒരു വാർത്താ പ്രാധാന്യം ലഭിക്കാതെ പോയി. ഇലക്ഷൻ ക്യാമ്പയിൻ നടന്ന സമയത്തോ ഫലം പ്രഖ്യാപനം വന്നപ്പോൾ ഒന്നും തന്നെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ക്രൈസ്തവ മേഖലയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിലെ പണ്ടും കേന്ദ്രമന്ത്രിയായ അൽഫോൺസ് കണ്ണന്താനം മത്സരിച്ചിട്ടുണ്ട്. അൽഫോൺസ് കണ്ണന്താനം അതിനു മുമ്പ് ആ മണ്ഡലമല്ല, അതൊരു പുതിയ മണ്ഡലമാണ്. പണ്ട് അവിടെ MLA ആയിരുന്ന, ആ മേഖലയിൽ തന്നെ MLA ആയിരുന്ന അദ്ദേഹം മത്സരിച്ചിട്ട് പോലും നമുക്ക് വലിയ മുന്നേറ്റം BJPക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ആ സാഹചര്യത്തിൽ ജോർജ് കുര്യൻ എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി ഒരിക്കലും അവിടെ നിർത്തരുത്. അവിടെ ഒരു BJPക്ക് അടിസ്ഥാനപരമായി വോട്ട് കുറവാണ്. അല്ലെങ്കിൽ ഈ നമ്മുടെ പഴയ കാഞ്ഞിരപ്പള്ളിയല്ലേ പുതിയ കാഞ്ഞിരപ്പള്ളി, അൽഫോൺസ് കണ്ണന്താനം മത്സരിച്ചപ്പം കുറച്ചും കൂടെ ഒരു 30,000-ത്തിലധികം വോട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. അതൊരു ഒരു ഒരു മണ്ടത്തനമായിരുന്നു ഈ അദ്ദേഹത്തെ അവിടെ കൊണ്ട് സെലക്ട് ചെയ്ത വളരെ തെറ്റായ രീതിയിൽ. അദ്ദേഹത്തിന് തിരുവനന്തപുരം മണ്ഡലത്തില്, തിരുവനന്തപുരം സെൻട്രലില് കേന്ദ്രമന്ത്രിയായ അദ്ദേഹം ജോർജ് കുര്യൻ മത്സരിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് മികച്ച മത്സരം. അതുപോലെയാണ് മറ്റൊരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അതായത് ലോക്സഭാ മണ്ഡലം തൃശ്ശൂർ, അവിടെ പക്ഷേ അസംബ്ലി മണ്ഡലങ്ങളിൽ വേണ്ടത്ര തിളങ്ങാൻ അത് FCRA നിയമം വന്നിട്ട് അതിൻ്റെ ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ വ്യക്തിപരമായി അദ്ദേഹത്തിന് ഒരുപാട് വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് പിടിക്കാൻ BJPക്ക് പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. FCRA ഒരു കാരണമായിട്ടുണ്ട്. അവിടുത്തെ ക്രൈസ്തവ വോട്ടുകൾ കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചത്. പക്ഷേ നാട്ടികയിൽ CC മൂതൻ നല്ലവണ്ണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ BJPയുടെ പ്രോസ്പെക്ട്സ് എന്തായിരിക്കും? പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ B. ഗോപാലകൃഷ്ണൻ അദ്ദേഹം പ്രവർത്തിച്ചത് കൊടുങ്ങല്ലൂരാണ്. അദ്ദേഹത്തിന് മത്സരിക്കേണ്ടി വന്ന ഗുരുവായൂരാണ്. അങ്ങനെ ഒരു സാഹചര്യം BJPയെ പോലൊരു പാർട്ടി ഉണ്ടാക്കരുത്. പലർക്കും സംഭവിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തറ, തൃശ്ശൂരിലെ ചില മണ്ഡലങ്ങൾ, തിരുവനന്തപുരത്തെ മണ്ഡലങ്ങൾ, കൊല്ലത്തെ മണ്ഡലങ്ങൾ, ആലപ്പുഴയിലെ മണ്ഡലങ്ങൾ, ഇതിലൊക്കെ സ്ഥാനാർത്ഥി ഇപ്പോഴേ അവർ കണ്ടെത്തുകയും അവരോട് അവിടെ പോയി വർക്ക് ചെയ്യാൻ പറയുകയും ചെയ്യണം. ലോക്സഭയിലേക്ക് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ ആരെ കൊണ്ട് മത്സരിപ്പിച്ച വീണ്ടും പാലക്കാട് അസംബ്ലി ഉണ്ട്. പാലക്കാട് കുറച്ചും കൂടെ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് മത്സരിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അടുത്ത 5 കൊല്ലത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി എന്നാൽ ഇപ്പോഴേ നടക്കണം. അത് വേണം. എന്നാൽ മാത്രമേ വി മുരളീധരൻ കഴക്കൂട്ടത്ത് എങ്ങനെയാണ് പ്രവർത്തിച്ചത് അത് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ തന്നെ കഴക്കൂട്ടത്ത് മത്സരിക്കും എന്ന് ഉറപ്പിക്കാനുള്ളൊരു നേതൃത്വപരമായ ഉയർച്ച അദ്ദേഹത്തിനുണ്ട്. അതേപോലെ ഇപ്പം ചെങ്ങന്നൂർ സന്ദീപ് വാര്യരോട് പറയണം, നിങ്ങളാണ് ചെങ്ങന്നൂർ മത്സരിക്കുന്നതെന്ന് ഇപ്പം തന്നെ പറഞ്ഞ് അങ്ങനെ പോയി പ്രവർത്തിച്ചിട്ട് പിന്നെ പറ്റിക്കാതെയും കൂടെ ചെയ്യണം. അവിടെ തന്നെ സീറ്റും കൊടുക്കണം. അങ്ങനെ നിന്നാലേ ഇത് ജയിക്കാൻ പറ്റുള്ളൂ. അതേപോലെ യുവരാജ് ഗോകുല് നെടുമങ്ങാട് ഇത്രയും വോട്ട് പിടിച്ചു. അപ്പോൾ യുവരാജ് ഗോകുലിനെ ഇവിടെ നെടുമങ്ങാട് വേണമെങ്കിൽ യുവരാജ് ഗോകുലിനെ മത്സരിപ്പിക്കാം, കാട്ടാക്കട വേണമെങ്കിലും മത്സരിപ്പിക്കാം. അതേപോലെ തന്നെ വോട്ട് പിടിക്കാൻ വലിയ ശേഷിയുള്ള തിരുവനന്തപുരത്ത് കുമ്മന രാജശേഖരൻ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു മണ്ഡലം കൃത്യമായി പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ നിർത്തി അത് നന്നായിട്ട് വോട്ട് പിടിക്കും. കാര്യം കെ മുരളീധരനെ തന്നെ പുള്ളി വിറപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ വരുന്ന അസംബ്ലിയിൽ പ്രതിപക്ഷത്ത് 2 വിഭാഗം കാണും എന്തായാലും. നേരത്തെ പോലെ ഒരാളാണെന്ന് ഇപ്പോൾ 3 പേരുണ്ടായിരുന്നുണ്ട്. ഈ രാജേട്ടൻ എന്ന് പറയുന്ന രാജഗോപാൽ നിയമസഭയിൽ പുള്ളി പൊതുവെ സ്വാത്വികനാണ്. പ്രസംഗത്തിലൊന്നും അങ്ങനെയല്ല. പുള്ളിയുടെ പ്രവർത്തനം വേറൊരു തരത്തിലാണ്, വേറൊരു ഇടപെടലാണ്. എല്ലാവരുടെയും മയത്തിൽ ശ്രീരാമകൃഷ്ണനെ വോട്ട് ചെയ്തു സ്പീക്കർ, വിവാദമായതാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുള്ളി ചെയ്യുന്ന. പക്ഷേ ഇവിടുത്തെ ഒരു നേട്ടം എന്ന് പറയുന്നത് 3 പേരാണ്: രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ, വി ഗോപകുമാർ. ഇവിടെ വി മുരളീധരൻ എന്ന് പറയുന്ന നേതാവിന് നന്നായിട്ട് രാഷ്ട്രീയം അറിയാം. അദ്ദേഹത്തിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും നിയമസഭയിൽ, നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. BJPയുടെ രാഷ്ട്രീയം കൃത്യമായി തന്നെ നിയമസഭയിൽ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു നേതാവ് കഴക്കൂട്ടത്ത് നിന്ന് വി മുരളീധരനിലൂടെ കിട്ടിയിരിക്കുകയാണ്.
അപ്പോൾ വി മുരളീധരൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ വി മുരളീധരൻ്റെ പ്രകടനം ഒരിക്കലും മോശമാവില്ല. അദ്ദേഹത്തിന് രാജ്യസഭയിലെ പ്രകടനമുണ്ട്. അദ്ദേഹം AVPയുടെ കേന്ദ്രമന്ത്രിയായിരുന്ന ആളല്ലേ? കേന്ദ്രമന്ത്രിയായിരുന്നു, ജനറൽ സെക്രട്ടറി, അങ്ങനെ ഒരുപാട് തലത്തിൽ പ്രവർത്തിച്ച് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. വലിയ ഇത് അല്ലെങ്കിൽ തന്നെ അറിയാവുന്ന വിഷയമാണ് ഈ രാഷ്ട്രീയത്തിന്റെ പോക്ക് എങ്ങനെയാണ്. അതായത് കഴക്കൂട്ടം മണ്ഡലത്തിൽ BJPക്ക് 5000 വോട്ടുള്ളപ്പം ഈ നമ്മുടെ BB ഗോപകുമാർ പറഞ്ഞ പോലെയാണ് 5000 വോട്ടുള്ളപ്പോഴാണ് ഈ മണ്ഡലത്തിലെ സാധ്യതകൾ മനസ്സിലാക്കി പുള്ളി ആദ്യം അവിടെ മത്സരിക്കുന്നത്. അന്ന് സംസ്ഥാന പ്രസിഡന്റാണ്. കേരളത്തിൽ ഏത് മണ്ഡലം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, വേണമെങ്കിൽ നേമത്തെ ഞാൻ മത്സരിക്കുമെന്ന് പറയാം. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരാൾ കഴക്കൂട്ടം തിരഞ്ഞെടുക്കുകയും അവിടെ വർക്ക് ചെയ്ത് ജയിക്കുകയും ചെയ്തു. അതേപോലെ ഗോപകുമാർ. അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയം അറിയാവുന്ന ആളാണ്, എങ്ങനെ പ്രയോഗിക്കണം. അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ സാന്നിധ്യമായിരിക്കും BJPക്ക് കൂടുതൽ. ഒപ്പം തന്നെ ഈ വ്യക്തികളെ കണ്ടെത്തി നേരത്തെ തന്നെ അസൈൻ ചെയ്ത് കൊടുക്കണം മണ്ഡലങ്ങൾ. നിങ്ങൾ ഇവിടെ പോയി പ്രവർത്തിക്കണം, നിങ്ങൾ അവിടെ തന്നെ മത്സരിക്കണം, എന്നിട്ട് അവരെ അങ്ങനെ വർക്ക് ചെയ്ത്. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, രാജേന്ദ്ര ശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല മിടുക്കനാണ്. അദ്ദേഹം നല്ല ഗംഭീര ഇതാണ്, പ്രൊഫഷണലാണ്. അദ്ദേഹം കുറച്ചുകൂടെ അതിൻ്റെ മലയാളം കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തൊക്കെ വന്നാൽ നിയമസഭയിലും തിളങ്ങാൻ പറ്റും. അപ്പം അതിന് പറയാനൊക്കെ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രൊഫഷണലിസത്തിലുപരി ആളുകളെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാമെന്നാണ്. ഈ ആളുകളെ കൃത്യമായി പ്ലേസ് ചെയ്യാൻ പറ്റിയതിലെ പരാജയമാണ് കുറെ ഉണ്ടായത്. അപ്പം തൃപ്പൂണിത്തുറ പോലുള്ള ഒരു മണ്ഡലത്തിൽ BJP തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതാണ്. എറണാകുളത്ത് എത്രയോ പ്രധാനപ്പെട്ട CPMന്റെ കൂട്ടത്തിൽ മുസ്ലിം ലീഗ് വരികയാണ്. വളരെ ശക്തമായ, ഞാനൊരു സൂചന പറയാണ്, വരുമെന്നല്ല എന്ന് പറഞ്ഞ് ധർമ്മട മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് കൊടുക്കും. ഇല്ല, അവർ ഞങ്ങളോട് വന്നു, നിങ്ങൾ ധർമ്മടത്തും തലശ്ശേരി നിങ്ങൾ മത്സരിച്ചോളാം പറയും. അതാണ് അവിടെ സംഭവിച്ചത്. പ്രധാനപ്പെട്ട എത്രയോ മണ്ഡലം ഞങ്ങൾ സർവേക്ക് പോയടത്തൊക്കെ തന്നെ പലയിടത്തും അവിടുത്തെ BJP പ്രവർത്തനങ്ങൾ പറഞ്ഞാണ്. ഭയങ്കര മണ്ടത്തരായി. തൃപ്പൂണിത്തുറ പോലൊരു മണ്ഡലം അവർക്ക് കൊടുത്തു. കൊടുങ്ങല്ലൂര് എത്രയോ പ്രധാനപ്പെട്ട അവിടെ BJP മത്സരിക്കേണ്ട മണ്ഡലം തന്നെയാണ്. അത് എന്തിനാണ് BJP മത്സരിക്കാത്തതെന്നുള്ളതാണ്. അവരൊരു അവലോകനം നടത്തി കഴിഞ്ഞാൽ അവർക്ക് കൃത്യ കാര്യം മനസ്സിലാവുന്നതാണ് സംഭവം. തെറ്റിരുത്തി മുന്നോട്ട് പോകണം. മണലൂരിൽ BJP ഒരുപാട് സമയം, തൃശ്ശൂരിൽ അത്, പക്ഷേ അവിടെയും ഒന്നും വിജയിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്ന് പറഞ്ഞ് അനീഷ് കുമാർ പോകരുത്, അവിടെ തന്നെ നിന്ന് അവിടെ തന്നെ വർക്ക് ചെയ്ത് അനീഷ് കുമാറിന് അത്ഭുതം കാണിക്കാൻ പറ്റും. ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. തീർച്ചയായിട്ടും. അതായത് ബംഗാളിൽ CPM ഭരണം വീഴുമ്പം BJPക്ക് ഉണ്ടായിരുന്ന 3 സീറ്റുകളാണ്. അവിടെ നിന്നാണ് BJP അധികാരത്തിൽ. ഇപ്പം കേരളത്തിൽ CPM ഭരണം വീണിരിക്കുന്നു, അപ്പോഴും BJPക്ക് 3 സീറ്റാണ്. അപ്പോൾ ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട് പലരും പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിയമസഭയിൽ എന്തായാലും വി മുരളീധരന് നന്നായി പ്രവർത്തിക്കാൻ പറ്റും. BB ഗോപകുമാറും രാജീവ് ചന്ദ്രശേഖറും എല്ലാം നല്ല പിന്തുണ. മാത്രമല്ല 3 പേരുള്ളപ്പോൾ സംസാരം കൂടുതൽ സമയം കിട്ടുമല്ലോ, ഒരാൾ മിനിറ്റ് കിട്ടത്തുള്ളായിരുന്നു. അപ്പം അത്തരം പിന്നെ ദേശീയ രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ കുറച്ചും കൂടെ പ്രസക്തി കിട്ടും. 3 പേരുണ്ടല്ലോ. മാത്രമല്ല BJPക്ക് ഞങ്ങൾ തോക്കാൻ നിൽക്കുന്ന ഒരു പാർട്ടി അല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. ഇനി അടുത്ത ഇലക്ഷന് സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ നല്ല ആളെ കണ്ടെത്തി കൊണ്ടുവന്ന് നിർത്തി മത്സരിപ്പിക്കുക എന്നുള്ളതാണ്.